ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സിനിമ സ്റ്റേഷൻ ആൻഡ് ഇറ്റ്സ് മീ എൻ കെ. അങ്ങനെ സ്ക്വിഡ് ഗെയിമിൻ്റെ അവസാന സീസണായ സീസൺ 3 കണ്ടിരിക്കുകയാണ്. കണ്ടപ്പോൾ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ കൊള്ളാം, നല്ലൊരു സീസൺ തന്നെ ആയിരുന്നു. അധികം വലിച്ചു നീട്ടാതെ പെട്ടെന്ന് അവർക്ക് പറയാനുള്ള കാര്യം എന്തോ അത് കറക്റ്റായിട്ട് പെട്ടെന്ന് പറഞ്ഞു തീർത്തു. വേറെ ചില സീരീസുകളെ പോലെ ഇങ്ങനെ കുറേ സീസൺസൊക്കെ ഇട്ട് വലിച്ചു നീട്ടാതെ പെട്ടെന്ന് അത് ഒരു സീസണിൽ തന്നെ വെറും 6 എപ്പിസോഡ് എന്തോ ഉള്ളൂ. ഓരോ എപ്പിസോഡും 1 മണിക്കൂർ അങ്ങാണ്ടാണ് ആവറേജ് ആയിട്ട് പോകുന്നത്. മൊത്തത്തിൽ ഒരു 2 സിനിമ 3 മണിക്കൂറുള്ള 2 സിനിമ കാണുന്ന ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഈ ഒരു സീസൺ തന്നെ കംപ്ലീറ്റ് കണ്ടു തീർക്കാവുന്നതാണ്. സ്ക്വിഡ് ഗെയിമിൻ്റെ മറ്റ് സീസൺസ് അപേക്ഷിച്ച് ഇതിനെ ഡിഫറെൻ്റ് ആക്കി നിർത്തുന്നതെന്ന് വെച്ചാൽ ഇതിൽ കുറച്ചും കൂടി ഇമോഷന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഓരോ പ്ലേയേഴ്സും സിറ്റുവേഷനനുസരിച്ച് അവരുടെ മൈൻഡിൽ വരുന്ന മാറ്റങ്ങളും അവർ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് ഇൻറ്റൻസ് എടുത്ത് കാട്ടുകയും എല്ലാത്തിലും ഉപരി നമ്മളോട് ഡയറക്റ്റ് ഒരു ഡയലോഗ് പറഞ്ഞിട്ട് അത് ഫുൾഫിൽ ചെയ്യാൻ പോലും വെക്കുന്ന കാര്യത്തിൽ ആണ് ഇതിൻ്റെ എൻഡിങ് ഒക്കെ കൊണ്ടു നിർത്തിയിട്ടുള്ളത്. അതൊക്കെ എന്തായാലും നല്ലതായിട്ട് തന്നെ തോന്നി. ഇവർക്ക് പറഞ്ഞു തീർക്കാനുള്ള കാര്യം വെറുതെ ഒരു ഗെയിം മാത്രമല്ല ഈ സീരീസ്. ഇവർക്ക് പറയാനുള്ള കാര്യം വേറെ ഉണ്ട്, അത് കറക്റ്റായിട്ട് അവർ പറഞ്ഞു പോയിട്ടുണ്ട്. അത് നല്ലതായിട്ട് തോന്നി. എന്നാലും ചില സാധനങ്ങളൊക്കെ എനിക്ക് പോരായ്മയായിട്ട് തോന്നിയിട്ടുണ്ട്. ഇത് മെയിൻലി പറയാമെന്ന് വെച്ചാൽ ഹോണസ്റ്റ്ലി ഈ ഇമോഷൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഈ ഇമോഷൻ തന്നെ ചില സീൻസിൽ ഓവർലോഡായിട്ട് പോയതായിട്ട് തോന്നിയിട്ടുണ്ട്. ഒരുപാട് സീൻസിൽ സ്ലോ മോഷൻ ഇട്ട് വലിപ്പിച്ച് അത് കുറച്ച് ഓവറാക്കി പോകുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. എന്നാൽ മറ്റ് ചില സീൻസിൽ നല്ല രീതിക്ക് അത് കണക്റ്റ് ആയിട്ടുണ്ട്, എസ്പെഷ്യലി ക്ലൈമാക്സിൽ വരുന്ന സീൻസൊക്കെ. ബട്ട് അതൊക്കെ പ്രഡിക്റ്റബിൾ ആയിരുന്നു എന്നുള്ളത് വേറെ കാര്യം. എന്നാലും സംഭവം വർക്കായിട്ടുണ്ട്. ദെൻ ഇനി ഗെയിംസിൽ വന്നാൽ 2-3 ഗെയിംസ് എന്തോ ആണ് ഇതിലുള്ളത്. അതിൽ തന്നെ 2 ഗെയിം കൊള്ളാം, ലാസ്റ്റ് വന്നതും പിന്നെ വേറൊരു ഗെയിമും കൊള്ളാം. അങ്ങനെ ഏതായാലും സീരീസിൻ്റെ വില കളയാതെ പെട്ടെന്ന് അവസാനിപ്പിച്ചത് നന്നായി. നല്ലൊരു എൻഡിങ് തന്നെയാണ്, അത്യാവശ്യം നല്ലൊരു എൻഡിങ് തന്നെയാണ് സീരീസിന് കിട്ടിയിട്ടുള്ളത്. ഞാൻ ഒരിക്കലും വളരെ മികച്ചതെന്ന് പറയില്ല, എങ്കിലും നല്ലൊരു എൻഡിങ് തന്നെയാണ് സീരീസിന് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ഈ ഒരു സീസണിലൂടെ, ഈ സീസൺ 3 ഈ ഒരു സീരീസ് തന്നെ അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ്. എന്ന് വെച്ച് സ്ക്വിഡ് ഗെയിം മൊത്തത്തിൽ അവസാനിച്ചിട്ടൊന്നുമില്ല. ഈ ഒരു പർട്ടിക്കുലർ സീരീസ് അവസാനിച്ചിരിക്കുകയാണ്. ഇനിയും വരാനുണ്ട്. നമുക്ക് ഓൾറെഡി അറിയാം സ്ക്വിഡ് ഗെയിം USA ഒക്കെ വരാനുണ്ട്. അങ്ങനത്തെ ഓരോ സംഭവങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് വരാനുണ്ട്. പക്ഷേ ഈ സീരീസ് അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. ഞാനധികം വലിച്ചു നീട്ടുന്നൊന്നുമില്ല. ഈ സീരീസിലും അവർ വലിച്ചു നിർത്താണ്ട് തന്നെ പോയി നിർത്തിയതുപോലെ ഞാനും പിന്നെ അധികമൊന്നും പറയുന്നില്ല. കാരണം അധികം പറയാനൊന്നും എനിക്ക് ഒന്നുമില്ല. പറയാൻ എനിക്ക് പ്രത്യേകിച്ചൊന്നും വരുന്നില്ല. ഇനി ചിലതൊക്കെ പറഞ്ഞാൽ ഇനി സ്പോയിലറായും പോവും. അപ്പോൾ അത്ര തന്നെ ഒഫീഷ്യലി കൊറിയൻ സ്ക്വിഡ് ഗെയിം അവസാനിച്ചിരിക്കുകയാണ്.